നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി തിമിർത്താടുകയാണ്. സ്വയം മറന്ന പ്രചരണത്തിൽ തകർക്കുകയാണ് നേതാവ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തൃശൂരിൽ ഓടി നടന്നാണ് താരം പ്രചരണം കൊഴുപ്പിക്കുന്നത്. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥനയും ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ വോട്ട് തേടുന്ന സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 5 വർഷത്തെ ഭരണത്തിൽ തൃപ്തിയുണ്ടെങ്കിൽ തനിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന സുരേഷ് ഗോപി പറയുന്നതും തൃപ്തരാണെന്ന് വോട്ടർമാർ മറുപടി നൽകുന്നതുമാണ് വീഡിയോ. സംഭവം ഇങ്ങനെയാണ്: ജയിപ്പിക്കാനല്ല, ഭൂരിപക്ഷമാണ് വേണ്ടത്. അത് അത്യാവശ്യമല്ല. കഴിഞ്ഞ വർഷം ഏറ്റുവാങ്ങിയ തോൽവി എന്ന് പറയുന്നത് അധാർമികമായ തോൽവിയാണ്. തോൽപ്പിച്ചത് തന്നെയാണ്. അതിന് കൂട്ടുനിന്ന എന്റെ സതീർത്ഥ്യനെയും എനിക്ക് നന്നായിട്ടറിയാം. സിനിമയിൽ തന്നെയുള്ള സതീർത്ഥ്യനാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എനിക്ക് വോട്ട് തരേണ്ട എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഇതിന് തൃപ്തരാണ് എന്നായിരുന്നു ആളുകളുടെ മറുപടി. ഇതോടെ നീരസത്തോടെ സുരേഷ് ഗോപി ചോദ്യം ആവർത്തിച്ചു. അതിനിടയിൽ ചോദ്യം മനസ്സിലായില്ലെന്ന് ചിലർ വിളിച്ചു പറയുന്നുണ്ട്. അതേസമയം കൂടി നിന്നവർ പ്രതികരിച്ചതുമില്ല. ജയിപ്പിച്ചു വിട്ടയാൾ എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചതെന്നും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വോട്ട് തരേണ്ടെന്നും സുരേഷ് ഗോപി വീണ്ടും ആവർത്തിച്ചു. അതിനിടെ ജയിപ്പിച്ചയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് ചിലർ പറയുന്നുണ്ട്. എല്ലാ മണ്ഡലത്തിലും പ്രചരണത്തിന് ഓടിയെത്തുക പ്രയാസമാണെന്നും അതിന് അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും സുരേഷ് ഗോപിയും തട്ടിവിട്ടു. വലിയ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ജനസംഖ്യ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്തുക എളുപ്പമല്ല. അതുകൊണ്ടാണ് വണ്ടിയിലിരുന്ന് കൈ കാണിച്ചെങ്കിലും പോകുന്നത്. എനിക്ക് പ്രവർത്തിക്കാൻ അവസരം തന്നിട്ടില്ല. എന്നാലും എന്നെ അളക്കാനുള്ള കാര്യങ്ങൾ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. ഇത്തവണ ഒരു പരീക്ഷണ വസ്തു എന്ന നിലയിലെങ്കിലും ജയിപ്പിക്കൂ എന്ന് കേണപേക്ഷിക്കുകയാണ് സുരേഷ് ഗോപി. ഇത്തവണ സുരേഷ് ഗോപിയിലൂടെ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയിലൂടെ നേടിയ വോട്ട് തന്നെയാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷയും. തൃശൂരിൽ നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ പേരാണ് ഉയർന്നു കേട്ടിരുന്നത്. കേരളത്തിൽ ബി.ജെ.പി. ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലം കൂടിയാണിത്. അതേസമയം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരത്തിന് എത്തുന്നതാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രധാന വിശേഷം. തൃശൂർ കഴിഞ്ഞാൽ ബി.ജെ.പി. ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണിത്. ശശി തരൂർ 4ാം തവണയും ജയിക്കാനായി മണ്ഡലത്തിൽ മത്സരത്തിനെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പന്ന്യൻ രവീന്ദ്രനാണ് ഇവിടെ LDF സ്ഥാനാർത്ഥിയാകുന്നത്. പല മണ്ഡലങ്ങളിലും പേരു പറഞ്ഞു കേട്ട ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തോട് നിരന്തരം കലഹത്തിലാണ് ശോഭ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ A.K. ആന്റണിയുടെ മകൻ കൂടിയായ ബി.ജെ.പി. ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുന്നതും ശ്രദ്ധേയമായി. നേരത്തെ ബി.ജെ.പിയിൽ ലയിച്ച ജനപക്ഷം പാർട്ടി അധ്യക്ഷൻ PC ജോർജിന്റെ പേരായിരുന്നു ഇവിടെ ഉയർന്നു കേട്ടിരുന്നത്.